ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയലൻസ് മൂവിയാണ് ഇതെന്ന് പറയപ്പെടുന്ന മാർക്കോ എന്ന ചിത്രം അങ്ങനെ ഇന്ന് 13ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ജനുവരി 1-ാം തീയതി ഇന്നാണല്ലോ ഈ ഒരു ചിത്രം തെലുങ്കിൽ ഇന്ന് റിലീസ് ആവുന്നത്. ആദ്യ ദിവസം തന്നെ നല്ലൊരു തിയേറ്റർ കൗണ്ടും കാര്യങ്ങളെല്ലാമാണ് ചിത്രത്തിൻ്റെ വിതരണക്കാർ ഈ ഒരു സിനിമക്കായിട്ട് തെലുങ്കിൽ ഒരുക്കിയിട്ടുള്ളത്. 300-ൽ കൂടുതൽ തിയേറ്ററിലാണ് ഈ ഒരു സിനിമ ആദ്യ ദിവസം തെലുങ്കിൽ പ്രദർശിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം സിനിമയ്ക്ക് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. തെലുങ്ക് സ്റ്റേറ്റിലെ ഈ ഒരു ചിത്രത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഈ ഒരു സ്ക്രീൻഷോട്ടുകൾ പറയും. ഹൈദരാബാദ് ഏരിയയിൽ നിന്നും ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു 10:45 സമയത്താണ് ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. മാറ്റിനി ഷോകളും അതുപോലെ ഈവനിങ് ഷോകളെല്ലാം ഈ ഒരു ലിസ്റ്റിലുണ്ട്. അതുവരെ ഫാസ്റ്റ് ഫില്ലായിട്ട് പോകുന്ന കാഴ്ചയാണ് ചിലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഷോ 10 മണിക്കാണ് അവിടെ തെലുങ്കിൽ കൂടുതൽ സ്ഥലത്തും തുടങ്ങുന്നത്. തെലുങ്കിൽ റെഗുലർ ഷോയുടെ റിവ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നതിൻ്റെ മുന്നേ തന്നെ അവിടെ ഒരു പോസിറ്റീവ് മയമാണ് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നും മാർക്കോ എന്ന ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. അതാണ് നമുക്ക് ബുക്കിങ്ങിൽ നിന്നും ചിലയിടങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്. ഇന്നലെ ഈ ഒരു സമയത്ത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 1500ഓളം ടിക്കറ്റ്സുകളാണ് മണിക്കൂറിൽ സോൾഡ് ഔട്ട് ആയെങ്കിൽ ഈ ഒരു സമയത്ത് 3000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുന്ന കാഴ്ച അത് നമുക്ക് തെലുങ്കിൽ ഇത്രയും തിയേറ്ററിൽ സിനിമ എത്തിയതിൻ്റെ വേരിയേഷൻ തന്നെയാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഉണ്ണി മുകുന്ദൻ മൂവിയായ മാർക്കോയുടെ ആദ്യ റിവ്യൂസും കാര്യങ്ങളെല്ലാം തെലുങ്കിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ നല്ലൊരു ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ മാർക്കോ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു. ഒരു ഭൂലോക കൊളുത്ത് തെലുങ്കിൽ കൊളുത്താനുള്ള എല്ലാവിധ സാധ്യതയും നാം കാണുന്നുണ്ട്. മാർക്കോയുടെ പുത്തൻ അപ്ഡേറ്റുകൾ എത്തിയാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജുരുജരാസ്.